അഖില കേരള അഭിഭാഷക കലോത്സവത്തിന് കൊല്ലത്ത് തുടക്കമായി. ഇന്ത്യയിൽ തന്നെ ആദ്യമായി നടക്കുന്ന ഒരു സംസ്ഥാനതല അഭിഭാഷക കലോത്സവത്തിന് വേദി ഒരുക്കിയിരിക്കുകയാണ് കൊല്ലം ബാർ അസോസിയേഷൻ. നിയമരംഗത്ത് പ്രവർത്തിക്കുമ്പോഴും കലാരംഗത്ത് തങ്ങളുടെ പ്രതിഭ തെളിയിക്കാനുള്ള അവസരം കൂടി ഇവർക്ക് ലഭിക്കുകയാണ് ഇവിടെ. കൊല്ലം ആനന്ദവല്ലീശ്വരം NSS ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ കലോത്സവത്തിന് തിരിതെളിയിച്ചു. ഐ നോട്ട് ഓൺലി ഹംബിൾഡ് മാത്രമല്ല, ഐ എം സോ പ്രൗഡ്. ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കാണുന്നു ഇങ്ങനെ ഒരു ഇവന്റിൽ ഞാൻ ആദ്യമായിട്ട് അത് തുടങ്ങുന്ന സമയത്ത് അത് ഇനോഗ്രേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അത് പ്യുവർലി അതൊരു കോയിൻസിഡന്റിലാണ്. കാരണം അത് കൊല്ലം ബാർ തുടങ്ങുന്ന ഒരു ഇവന്റ് ആയതുകൊണ്ടും ഞാനിപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതുള്ളതാണ്. സോ ഈ സമയത്ത് ഞാനിതിൻ്റെ ചാർജ് ഉണ്ട്, ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ചാർജ് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചതെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും ഐ എം ആബ്സല്യൂട്ട്ലി പ്രൗഡ്, ഐ എം ആബ്സല്യൂട്ട്ലി ഹാപ്പി. ഇതൊരു ഭയങ്കരം എന്താ പറയുക, ഒരു കോൺസെപ്റ്റ് ഞാൻ കേട്ടപ്പോൾ തന്നെ ഞാൻ ഭയന്ന ഒരു ഇവൻ്റാണ്. അതിപ്പോൾ സാധ്യമാക്കി എന്ന് പറയുമ്പോൾ ഇന്നലെയോ മിനിയാന്നോണം അനിൽ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഞാനാ ചോദിച്ചെന്ന് തോന്നുന്നു അനിലിനോട്, എനിക്ക് ഓർമ്മയില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചു എത്ര പേര് വന്നിട്ടുണ്ടാവും. അപ്പം ഞാൻ കേൾക്കാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ച ഒരു ഫിഗർ ഒരു 50-75, പക്ഷേ ഫോണിൻ്റെ അപ്പുറത്ത് ഞാൻ കേട്ട ഫിഗർ 300 to 400 എന്നാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഐ വാസ് നോട്ട് ഷുവർ, ഇത് വെറുതെ പറയാമെന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ശരിക്കും ആദ്യം വിചാരിച്ചത് 300 to 400. അപ്പൊ അത്രയും വലിയൊരു പാർട്ടിസിപ്പേഷനുള്ള ഒരു ഇവന്റിലേക്ക് ഇത് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി P. മായാദേവി മുഖ്യ അതിഥിയായി. കൊല്ലം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ഓച്ചിറ N. അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നൈന KV, ഡെപ്യൂട്ടി മേയർ S. ജയൻ, കൊല്ലം ബാർ അസോസിയേഷൻ സെക്രട്ടറി AK മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രധാന വേദിയിൽ ഭരതനാട്യ മത്സരം നടന്നു. വിവിധ വേദികളിലായി 21 ഇനങ്ങളിലായി 300ഓളം പേരാണ് മത്സര രംഗത്തുള്ളത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കലോത്സവം 27-ന് സമാപിക്കും.